അജിംസ്, സംസ്ഥാനം സമീപ നാളുകളിൽ കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ് തൃശ്ശൂരിൽ ഉണ്ടായിട്ടുള്ളത്. അതിന്റെ ഭാഗമായിക്കൊണ്ടുള്ള പരിശോധന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അപകടത്തിന് കാരണം എന്താണ് എന്ന് കണ്ടെത്തുകയും അതുപോലെ തന്നെ എത്ര പേർക്കാണ് ഇതിനകത്ത് ഈ പരിക്കേറ്റത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ കണ്ടെത്തേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള പരിശോധനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സംഭവ സ്ഥലത്തേക്കാണ് DGP രവാദ ചന്ദ്രശേഖർ എത്തിയിരിക്കുന്നത്. അദ്ദേഹം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കൊപ്പം തന്നെയാണ് ഇവിടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അവലോകനം ചെയ്യുന്നത്. വിപുലമായിട്ടുള്ള ഒരു പരിശോധന ഇതിനോടകം തന്നെ ഇവിടെ നടന്നു കഴിഞ്ഞു. അതിനിടയിലാണ് 2 ശരീരഭാഗങ്ങൾ ഈ പാടശേഖരത്തിൽ നിന്ന് കണ്ടെത്താൻ കഴിയുകയും ചെയ്തത്. ഇപ്പോഴും പരിശോധന തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 3 കടാവർ നായകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന നടക്കുന്നുണ്ട്. അതുകൂടാതെ പോലീസിന്റെ ഡോഗ് സ്ക്വാഡിനെ ഉപയോഗിച്ചുള്ള പരിശോധന നടക്കുന്നുണ്ട്. കൂടാതെയാണ് ഫോറൻസിക് വിദഗ്ധരുടെ പരിശോധനയും പുരോഗമിക്കുന്നത്. കൂടുതൽ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്താനുള്ള സാധ്യത ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിപുലമായിട്ടുള്ള പരിശോധനയുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. ഒപ്പം തന്നെയാണ് ഇപ്പോൾ 40ഓളം പേർക്ക് ഈ അപകടത്തിൽ 40ഓളം പേരാണ് അപകട സമയത്ത് ഉണ്ടായിരുന്നത് എന്നുള്ള ഒരു ഏകദേശ കണക്ക് മാത്രമേ ഇതുവരെയും പുറത്തു വന്നിട്ടുള്ളൂ. എത്ര പേരാണ് ഉണ്ടായിരുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഇതുവരെയും ലഭ്യമായിട്ടില്ല. അത്തരമൊരു സാഹചര്യത്തിൽ എത്ര പേരാണ് ഉണ്ടായിരുന്നത് എന്ന് കണ്ടെത്തുക എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടറേറ്റ്